ഇപ്പോൾ നിങ്ങൾ പൊട്ടി പാളീസായിട്ടിരിക്കുകയാണ് സാമ്പത്തികപരമായിട്ട്. ആ സമയത്തും ആരൊക്കെയോ നിങ്ങളോട് പറയാണ്, മോനെ പൈസ എടുത്ത് വെക്കണം കേട്ടോ, സേവ് ചെയ്യണമെന്ന് കേട്ടോ അത്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുക? എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടിട്ട് കളിയാക്കണം, ഇങ്ങനെ ശവത്തിലിട്ട് കുത്താതടേ എന്നല്ലേ നമുക്ക് തോന്നുക. എന്നാൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം, പ്രഷ്യസ് ആയിട്ടുള്ള ടൈം ഫോർ സേവിങ്. ഇപ്പോഴാണ് നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനിയെങ്കിലും നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങണം. പല ആൾക്കാർ സേവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. അതായത് എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസ വരട്ടെ, ആവശ്യത്തിന് പൈസ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സേവ് ചെയ്യും. എനിക്കെൻ്റെ കയ്യിൽ പൈസ വരുന്നില്ലല്ലോ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങൾക്ക് പൈസയൊക്കെ കയ്യിൽ വന്നിട്ടുണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ കുറേ പൈസ വരുന്ന ഒരു ടൈം വേണ്ടേ? അങ്ങനെ ഒരു ടൈം വരാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാകൂ എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. എൻ്റെ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞിറങ്ങിയ സമയത്തൊക്കെ അത്യാവശ്യം കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ തന്നെയായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നൊരു കാര്യം ഇതാണ്, കയ്യിൽ ഒരുപാട് പൈസ വരട്ടെ, പൈസ വരുമ്പോഴല്ലേ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ ആ ഒരു സമയം വന്നില്ല. 2 വർഷം അങ്ങനെ തന്നെ പോയി. 2-2.5 വർഷമൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചിന്തയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ എടുത്തു വയ്ക്കാൻ തുടങ്ങണം. അങ്ങനെ ഒരു തോട്ട് വന്നതിന് ശേഷം മാത്രമാണ് എൻ്റെ കയ്യിൽ കുറച്ചെങ്കിലും പൈസ ഉണ്ടാകാൻ തുടങ്ങിയത്. ഇതൊരു മണി ഹാബിറ്റാണ് സേവ് ചെയ്യുന്നത്, മണി എമൗണ്ട് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തുക നിങ്ങൾ എടുത്തു വെക്കുന്നു എന്നുള്ളതിലുപരി സേവ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് തന്നെ ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് കാര്യം. അതില്ലാത്ത ഒരാൾക്ക് പിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? സേവിങ് മെൻറ്റാലിറ്റി ഇല്ലാത്ത ഒരാൾക്ക് കോടാനുകോടി രൂപ കൊടുത്താലും വേസ്റ്റ് അല്ലേ. കുരങ്ങൻ്റെ അടുത്ത് പൂമാല കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ പറയാറില്ലേ? ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. സേവിങ് എന്ന് പറയുന്നത് ഒരു മെൻറ്റാലിറ്റിയാണ്, ഒരു ഹാബിറ്റാണ്. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് നിങ്ങൾ മറുപടി പറയുമോ? ഞാൻ ചെയ്ത പോലെ തന്നെ അടുത്ത മാസം സേവ് ചെയ്യാം, കുറച്ച് പൈസ കിട്ടട്ടെ, അടുത്ത മാസം എനിക്ക് ഇതും കൂടിയൊക്കെ ചെല്ലുമ്പോൾ അത്യാവശ്യം പൈസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ആ പൈസ കൂടി കിട്ടിയതിന് ശേഷം ഞാൻ സേവ് ചെയ്തോളാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ ഒരു കുറ്റബോധം എനിക്കുണ്ട്. സോ ഒന്ന് ഗിൽറ്റിന്ന് കമൻറ്റ് ചെയ്യും. എത്രത്തോളം ആൾക്കാർക്ക് ഈ ഒരു ചിന്ത വന്നിട്ടുണ്ടെന്നുള്ളതൊന്നും അറിയണമല്ലോ. കാരണം ഞാൻ ചെയ്തിരുന്നതാണ് ഈ ഒരു മണ്ടത്തരം. അടുത്ത മാസം സേവ് ചെയ്യാം, പൈസ കിട്ടുമല്ലോ, അടുത്ത മാസം സേവ് ചെയ്യാം, പൈസ കിട്ടുമല്ലോ, ഈ ഒരു ചിന്ത അതങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. എല്ലാ മാസം ഉണ്ടല്ലോ അടുത്ത മാസം. നിങ്ങൾ പാപ്പരായിരിക്കുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്യണമെന്ന് പറയണതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതായത് ഒന്നുമില്ലായ്മയിൽ പോലും സേവ് ചെയ്യാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി, ആ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ഉണ്ടല്ലോ, അതാണ് മാറ്റർ. അപ്പോൾ അത് നിങ്ങളോട് പറയുന്നൊരു കാര്യം, ഞാനിങ്ങനെ സർവൈവ് ചെയ്ത് കഷ്ടപ്പെട്ട് ചെയ്ത് പോവുകയല്ല, ഐ എം സംതിങ് ബിൽഡിങ്, ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ ഡിഫറെൻ്റാണ്. കഷ്ടപ്പെട്ട് ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാൾക്കും ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളുടെയും മൈൻഡ് സെറ്റിൻ്റെ ഡിഫറൻസും അത് തന്നെയാണ്. ഞാൻ എന്തൊക്കെയോ ബിൽഡ് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നാളേക്കത് വളരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. കഷ്ടപ്പെടുന്നവൻ എന്താണ് നാളേക്ക് വളരാനുള്ളത്? ഒന്നുമില്ല. അവനെന്താ സേവ് ചെയ്യുന്നത് പോലുമില്ല. അപ്പോൾ പിന്നെ അവൻ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? പക്ഷേ സേവ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, ഞാൻ എന്തൊക്കെയോ ബിൽഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ എമൗണ്ട് ആണെങ്കിലും വരുന്നുണ്ടല്ലോ. ഒരാഴ്ചയിൽ നിങ്ങൾക്കൊരു എത്ര പറയാം, ഒരു 500 രൂപ എടുത്തു വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ പോലും അതൊരു സേവിങ് ആണ്. അതാ പറയണത്, അത് ചില്ലറ കാര്യമല്ല. ആ 500 ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങളുടെ കയ്യിൽ 0. 500 ഉണ്ടെങ്കിലും അവിടെ 500 ഉണ്ട്. സോ എടുത്തു വെക്കാൻ നിങ്ങൾക്ക് എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും ശരി, സേവിങ് മെൻറ്റാലിറ്റി വളരെ നല്ലതാണ്. നമ്മൾ പറയും, എന്തിനങ്ങനെ പിശുക്ക് കാണിച്ച് ജീവിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ എന്ത് നേടാനാ? അതൊക്കെ മേലോട്ട് പോയാൽ നമ്മൾ ഈ പണം എടുത്തുകൊണ്ട് പോവുമോ? അങ്ങനെ കുറേ ഫിലോസഫി ഉണ്ട്, മണ്ടൻ ഫിലോസഫി. ഒരു ആവശ്യം വന്നാൽ ഈ പൈസ തന്നെ വേണം. പൈസയ്ക്ക് പകരം നിങ്ങൾ ചക്കക്കുരു എണ്ണി കൊടുത്താലൊന്നും പരിപാടി നടക്കില്ല, ചിരിച്ച് കാണിച്ച് കൊടുത്താലൊന്നും ഇന്ന് ഈ സമൂഹത്തിൽ ഒന്നും കിട്ടില്ല. എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. പൈസ കൊടുത്താലേ നടക്കൂ പല കാര്യങ്ങളും ഇന്ന്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആഴ്ചയിൽ ഒരു 100 രൂപയോ 500 രൂപയോ 1000 രൂപയോ എടുത്തു വെക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ടിൻ്റെ വലിപ്പമല്ല, നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഹാബിറ്റാണ്, സേവിങ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ്. ഈ സേവിങ് ഹാബിറ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പണം വരുന്ന സമയത്തും അടിപൊളിയായിട്ട് സേവ് ചെയ്യാനും അത് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റുന്നത്. എന്നാൽ ആ ഒരു ഹാബിറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫ്യൂച്ചറിൽ ഒരുപാട് പണം വന്നാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ ആയിരിക്കും. നിങ്ങൾ വില കൂടിയ കാറുകൾ മേടിക്കുന്നു, വീടുകൾ വയ്ക്കുന്നു, കണ്ട എല്ലാ പരിപാടികളും ചെയ്യുന്നു, പണം ഇഷ്ടം പോലെ തുലയ്ക്കുന്നു. ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത്.
അപ്പോൾ എങ്ങനെ സേവ് ചെയ്ത് തുടങ്ങണം എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ പോലും അത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. 100 രൂപയോ 200 രൂപയോ വളരെ സ്റ്റുപ്പിഡായിട്ടുള്ളൊരു എമൗണ്ട്, അത് വെച്ച് എന്താവാനോ ഒന്നും ആവില്ല. പക്ഷെ അതെങ്കിലും ചെയ്ത് നിങ്ങൾ തുടങ്ങുക. കുറഞ്ഞതൊരു 100 രൂപ, 200 രൂപ, 300 രൂപ, ഈ രീതിയിൽ നിങ്ങൾ സേവ് ചെയ്ത് തുടങ്ങുക. നിങ്ങളുടെ കയ്യിൽ പണം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ നിങ്ങൾ അന്ന് സേവ് ചെയ്യാൻ തുടങ്ങിയ ഈ ശീലം തുടങ്ങിയിട്ടൊരു 2 മാസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്ക്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോങ് ടൈം ഒരു 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ അന്ന് കാണുന്നുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങളൊക്കെ ആ ഒരു ചിന്ത എത്രത്തോളം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു എന്നുള്ളത് അപ്പം അറിയാം. നിങ്ങളിങ്ങനെ പിച്ചക്കാശ് പോലെ ഇങ്ങനെ എടുത്തു വെക്കുന്ന ഈ പൈസ ആയിരിക്കും ഒരു ടൈമിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു വലിയൊരു നേട്ടം, അതായത് എങ്ങനെ പറയുക, പല തുള്ളി പെരുവെള്ളം. എൻ്റെയൊക്കെ വളരെ യങ്ങായിട്ടുള്ള ആ ഒരു സമയത്ത്, അതായത് +1 +2 ആ ഒരു ടൈമിൽ പോലും ഞാൻ ജോലിക്കൊക്കെ പോകുന്ന ആ ഒരു ടൈമാണ്. വളരെ തുച്ഛമായ പൈസ എടുത്ത് വെച്ചിട്ട് പോലും അന്ന് ഞാൻ ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം 18 വയസ്സ് ആ ഒരു പ്രായത്തിലാണ്. നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ അറിയാലോ, വലിയ വലിയ ജോലിയൊന്നും ആ പ്രായത്തിൽ കിട്ടില്ല, പഠിക്കുന്ന സമയമാണ്. എങ്കിൽ പോലും ഞാൻ അതും അങ്ങനെയുള്ള പണി ഇങ്ങനെയുള്ള പണി ഷിഫ്റ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്ത് ആ ഒരു എമൗണ്ട് ഞാൻ അന്ന് ഉണ്ടാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയേറെ ഡൈവേഴ്സ് കേസുകളും ഇത്രയേറെ ബ്രേക്കപ്പുകളും നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്? നമുക്കൊരു അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ പോലും നമ്മൾ 2-3 വർഷം പഠിക്കണം. MBBSനും ഉണ്ട് ഒരു 4-5 വർഷം പഠനം. വക്കീലാവാനും നമുക്കൊരു 3-4 വർഷം പഠിക്കണം. എല്ലാറ്റിനും പഠിക്കണം. ബന്ധങ്ങൾ നിലനിർത്താൻ, ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ, കമ്മ്യൂണിക്കേഷനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ എത്ര വർഷം പഠിച്ചു? അല്ലെ എത്ര മാസം പഠിച്ചു? എത്ര ആഴ്ച പഠിച്ചു? എത്ര ദിവസം പഠിച്ചു? എന്തിന് എത്ര മണിക്കൂറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിശയം ഇല്ല. അപ്പോൾ എന്ത് വേണം? പഠിക്കണം. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സീക്രട്സ് നിങ്ങളെ A to Z കാര്യങ്ങൾ പഠിപ്പിക്കും. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ബന്ധം വളർത്തിയെടുക്കണം, എങ്ങനെ നശിച്ചു പോയ വിശ്വാസം തിരിച്ചു പിടിക്കണം, ബന്ധങ്ങളുടെ ആഴം എങ്ങനെ വർദ്ധിപ്പിക്കണം, അങ്ങനെ തുടങ്ങി ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പഠിക്കും. ഒരു സമഗ്രമായിട്ടുള്ളൊരു കോഴ്സാണ്. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ഫസ്റ്റ് കമൻറ്റിനായിട്ടും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ ചെക്കൗട്ട് ചെയ്യുക. നിങ്ങളിങ്ങനെ പാപ്പരായിട്ടിരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 2000 രൂപ ഉണ്ടായി, കുറേശ്ശെ സേവ് ചെയ്തിട്ട് എന്ന് പറയുന്ന സമയത്ത് പാപ്പരായിരിക്കുന്ന ഒരു അവസ്ഥയെന്ന് ആലോചിക്കണം. ആ സമയത്ത് ഈ കാണുന്ന 2000 രൂപ നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇനിയും പൈസ ഉണ്ടാകും. സേവ് ചെയ്താലേ ഉണ്ടാവുള്ളൂ, അതുള്ള കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതിനും സേവ് ചെയ്യണമല്ലോ. അപ്പോൾ സേവ് ചെയ്താലേ ഉണ്ടാകൂ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. ഭാവിയിൽ ഇനിയും ഇങ്ങനെ ചെയ്താൽ ഇനിയും പൈസ ഉണ്ടാകും. അല്ലെങ്കിൽ ദൂർത്തടിച്ച് കളഞ്ഞാൽ അതങ്ങനെ പോയി കിട്ടും. അതൊരു തിരിച്ചറിവാണ്, ഒരു മോട്ടിവേഷനാണ്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. മൂപ്പര് ഇതുപോലെ ആയിരുന്നു. വളരെ ലാവിഷായിട്ട് വെള്ളടി അങ്ങനെയുള്ള വലിയ കുടി എല്ലാ പരിപാടികളും ഉണ്ട്. അത്യാവശ്യം നല്ല പൈസ കളയും. ഞാൻ പറയും എന്തെങ്കിലും എടുത്തു വെക്കാൻ നോക്കുക, നാളെ നിനക്ക് തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപകാരപ്പെടും. എവിടേക്കെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ വരുന്ന സമയത്ത് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണ്ടേ. ഈ കിട്ടുന്നത് മുഴുവൻ ഇങ്ങനെ അടിച്ച് ചിലവാക്കി കഴിഞ്ഞാൽ എന്തുവാ? അപ്പോൾ കുറേ കാലത്തിന് ശേഷം മൂപ്പര് പിന്നീട് കണ്ടു. ഞാനന്ന് ഈ പറഞ്ഞ പോലെ കുറച്ച് പൈസ ഒക്കെ എടുത്തു വയ്ക്കാൻ തുടങ്ങി. ഇപ്പോൾ മൂപ്പരുടെ ഒരു മൈൻഡ് സെറ്റ്, ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ആ പഴയ ആളെ അല്ല. വലിയ കൂടിയൊക്കെ ഉണ്ടോ ചോദിച്ചാൽ അതൊക്കെ അപ്പോഴും ഉണ്ട്. പക്ഷേ ആളുടെ സേവിങ് മെൻറ്റാലിറ്റി ഡെവലപ്പായി. മൂപ്പർക്കൊരു കൺട്രോൾ വരാൻ തുടങ്ങി മൂപ്പരുടെ ജീവിതത്തിൽ. അതുപോലെ മൂപ്പരുടെ പണത്തിൻ്റെ മുകളിൽ മൂപ്പർക്ക് ഒരു കൺട്രോൾ വരാൻ തുടങ്ങി. അതാണ് എല്ലാം. പണത്തിൻ്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ വരണമെങ്കിൽ സേവിങ് മെൻറ്റാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റൂ. കഷ്ടപ്പാടിനേക്കാൾ വലുതാണ് പ്രതീക്ഷ. ഈ പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെടാൻ തോന്നുള്ളൂ. ഇല്ലെങ്കിൽ 2 വട്ടം കഷ്ടപ്പെട്ടിട്ട് നമ്മൾ നിർത്തും പരിപാടി. പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും ഒരു വകുപ്പ് വേണം. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ കണ്ടില്ല, 6 മാസം കഴിഞ്ഞിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കൊള്ളാലോ, ചെറിയ പുരോഗമനം ഉണ്ടല്ലോ. അപ്പോൾ ഞാനൊരു 5 കൊല്ലം പോയാൽ നല്ല പുരോഗമനം ഉണ്ടാവുമല്ലോ. പ്രതീക്ഷ, ഹോപ്പ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുള്ളൂ, പണിയെടുക്കൂ. സോ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ടാവും. ആ ഹോപ്പ് നിങ്ങൾ എഗെയിൻ സേവ് ചെയ്യിപ്പിക്കും. അതിൽ നിന്ന് വലിയൊരു എമൗണ്ട് കാണുമ്പോൾ പിന്നെയും നിങ്ങൾക്ക് ഹോപ്പ് കൂടുന്നു, നിങ്ങൾ എഗെയിൻ സേവ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങളുടെ സേവിങ് മെൻറ്റാലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും, ഉയർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പൈസയും അതോടൊപ്പം വളർന്നുകൊണ്ടേയിരിക്കും. ഇനിയും എന്നെക്കൊണ്ട് പാപ്പരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങനെ സ്റ്റക്കായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ സ്വയം വിളിച്ച് പറയുന്ന പോലെയാണ്. പാപ്പരായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പണം സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്, പാപ്പരായിരിക്കുമ്പോൾ നിങ്ങൾ സേവ് ചെയ്തപ്പോൾ എത്ര കയ്യിൽ ഇപ്പോൾ എന്താ എൻ്റെ കയ്യിൽ പൈസ ഉള്ളേ എന്നുള്ളിടത്ത് നിന്ന് നിങ്ങൾ എന്തായിട്ട് ആവാനാണ്, അല്ലെങ്കിൽ എന്തായി മാറാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, എന്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾ ആരായി മാറാനാണ് ശ്രമിക്കുന്നത്, അവിടേക്ക് എത്തലാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അതിനാണ് നമുക്ക് പ്രയോറിറ്റി. ആ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇന്ന് തന്നെ സേവ് ചെയ്ത് തുടങ്ങുക.
നിങ്ങളിൽ എത്ര പേർക്ക് ഈ പറയുന്ന സേവിങ് ഹാബിറ്റ് സത്യത്തിലുണ്ട്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? എത്ര പേര് ഇത് കാണുന്നവർക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ളതൊന്നും അറിയാലോ. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാൻ കിട്ടാത്ത സാധനമാണ് ഈ സ്കൂളിലും കോളേജിലൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? എത്ര പേര് നല്ല രീതിയിൽ സേവ് ചെയ്ത് പോകുന്നുണ്ട്?